എല്ലാ ദിവസവും എന്തെങ്കിലും പറയണമല്ലോ. ഇതിനൊക്കെ കൃത്യമായ മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം എന്നോട് ഏത് ചോദ്യം ചോദിച്ചതിന് ഏത് ചോദ്യത്തിന് ഞാൻ മറുപടി കൊടുത്തു നേരിട്ട്. മുഖ്യമന്ത്രിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് ഇതൊന്നും മുഖ്യമന്ത്രി അറിയുന്നില്ല. മുഖ്യമന്ത്രി ദേശാഭിമാനി കൈരളി മാത്രം വായിക്കുള്ളൂ. ഞാൻ അദ്ദേഹത്തോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ്, ഉപദേശിക്കാനൊന്നും പറ്റില്ലല്ലോ, എൻ്റെ ഒരു അഭ്യർത്ഥന, മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി അദ്ദേഹം കാണണം, വായിക്കണം. മറ്റത് കണ്ടാൽ മനസ്സിലാവുമോ രാജ്യത്ത് എന്താ നടക്കണേന്ന്, ലോകത്ത് എന്താ നടക്കണേന്ന്? അതിൻ്റെ ഒരു കുറവുള്ള അദ്ദേഹത്തിന്. ഇടതുപക്ഷമൊന്നും കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടില്ല. മതേതര കേരളമാണിത്, മതേതര കേരളം. ആ മതേതര കേരളത്തിൽ മതേതര വിശ്വാസികളായ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഈ പ്രാവശ്യം അങ്ങ് വേറെ വോട്ട് കൂടി കിട്ടും. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് കൂടി കിട്ടും. കാരണം കമ്മ്യൂണിസത്തെ തകർക്കുകയാണ് കേരളത്തിൽ, അതിൻ്റെ അടിവേരറക്കുകയാണ് പിണറായി വിജയൻ എന്നുള്ള ബോധ്യം നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരായിട്ടുള്ള ആളുകളുണ്ട് കേരളത്തിൽ. അവർ CPM-ലോ CPI-ലോ ഒന്നും മെമ്പർമാരല്ല, പക്ഷെ സാധാരണ അവർ LDF-ന് വോട്ട് ചെയ്യുന്നവരാണ്. അവരുടെ കൂടി വോട്ട് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടും. കാരണം ഇവർ പൂർണ്ണമായ വലതുപക്ഷ വ്യതിയാനമാണ് കേരളത്തിലെ ഗവൺമെൻറ് എന്നുള്ള ബോധ്യമുണ്ട്. അപ്പോൾ മതേതര വിശ്വാസികളുടെ വോട്ട് കിട്ടും. ഇപ്രാവശ്യം മതേതര കേരളം സടകുടഞ്ഞെഴുന്നേറ്റ് കോൺഗ്രസിന് UDF-നും വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒറ്റ ചോദ്യമുള്ളൂ. മുഖ്യമന്ത്രിയുടെ എല്ലാ ദേശീയ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കും ഞങ്ങളുടെ ഒറ്റ മറുപടിയിൽ, കോൺഗ്രസ് ഇല്ലെങ്കിൽ, കോൺഗ്രസ് ദുർബലമായാൽ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഗതി എന്താവും? ഇതറിയാനുള്ള സാമാന്യ ബുദ്ധി മതേതര കേരളത്തിനുണ്ട് എന്ന് ഞാൻ വിനയപൂർവ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നുകൂടി പറയുന്നു, കോൺഗ്രസ് ഇല്ലെങ്കിൽ, കോൺഗ്രസ് ദുർബലമായാൽ ഫാസിസത്തിനെതിരായിട്ടുള്ള, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് എന്തു പ്രസക്തിയാണ്?